Okay, good morning, students. Welcome to my classroom on UT and financial econometrics. So, in the last classes, we explained how to do non-parametric test using SPSS and also how to perform it manually. So, in the last video, we explained the performance of Kruskal-Wallis test. Kruskal-Wallis test is an alternative for one-way ANOVA. So how to perform that Kruskal-Wallis test, and also first of all we start with one-way ANOVA and Kruskal-Wallis test manually. So now you know the path and how to do it in SPSS. So today I will explain how to perform that problem. നമ്മൾ ഒരു പ്രോബ്ലം ഓൾറെഡി തന്നു കഴിഞ്ഞ് 4 സെയിൽസ്മാൻമാരുടെ സെയിൽസ് പെർഫോമൻസ് അല്ലേ അറിയാം 4 സെയിൽസ്മാൻമാരുടെ സെയിൽസ് പെർഫോമൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് യു ഹാവ് ദ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കയ്യിലെ ക്വസ്റ്റ്യൻ ഇരിപ്പുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് മാനുവലി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റുകൾ ഇന്നുകൊണ്ട് തന്നെ തീർക്കാൻ നോക്കാം. ബാക്കിയുള്ള 2 ടെസ്റ്റ് കൂടെ ഉള്ളൂ. ദാറ്റ് ഈസ് റൺ ടെസ്റ്റും നോർമാലിറ്റി ടെസ്റ്റും. ഇവിടെ ആകുമ്പോൾ പാരാമെട്രിക് ടെസ്റ്റുകൾ ബേസിക് ആയിട്ടുള്ളതെല്ലാം തീരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി സ്റ്റാർട്ട് വിത്ത് ഹൗ ടു പെർഫോം ദിസ് Kruskal-Wallis ടെസ്റ്റ് മാനുവലായിട്ട് എങ്ങനെയാണ് നമ്മൾ Kruskal-Wallis ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ ക്യാമറ ഇതിലോട്ട് മാറ്റാം, ബോർഡിലോട്ട് മാറ്റാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ആ ഫോമുല ഇത്തിരി നേരത്തെ എഴുതി ഞാൻ കിട്ടും, കാരണം പിന്നെ കിടന്ന് നോക്കി എഴുതണ്ട. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി ലെങ്തി ഫോമുല. ഈ Kruskal-Wallis എച്ച് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എച്ച് ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോമുല ഉണ്ട്. യു പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ദിസ് ഈസ് ദ ഫോമുല ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് എച്ച് സ്റ്റാറ്റിസ്റ്റിക്. എച്ച് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക് യൂസ്ഡ് ഫോർ Kruskal-Wallis ടെസ്റ്റ്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു, സോ പ്ലീസ് റൈറ്റ് ഡൗൺ, എച്ച് ഈസ് ഈക്വൽ ടു 12 divided by n into n plus 1. 12 divided by n into n plus 1. Then sigma rj square by ni എന്നാണ് കേട്ടോ, n ഉണ്ടെന്നാണ് എഴുതുന്നത്. rj square divided by ni minus 3 into n minus 1. ഈ 12 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ നേരത്തെ യു ടെസ്റ്റ് എടുത്തപ്പോഴും എഴുതും. സോ 12 ഒരു ബേസിക് സംഖ്യ ആയിട്ടാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. 12 ഒബ്സർവേഷൻസ് എന്നുള്ളൊരു, അല്ലെങ്കിൽ 12 പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളൊരു മീനിങ് ആയിരിക്കും ബേസിക്കലി അത് വേണ്ടത്. അപ്പൊ അതൊരു 12 എന്താണെന്ന് നമുക്ക് അതിന്റെ പ്രൂഫ് ഒന്നും നമുക്ക് വേണ്ട, ബിക്കോസ് പ്രൂഫ് ഇസ് നോട്ട് ദയർ. പ്രൂഫ് മേ ബി ദയർ, ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആൾ തെറിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ അത്രയും ടെക്നിക്കൽ ഭാഗത്തോട്ടൊന്നും പോകണ്ട. ദെൻ n into n plus 1. n into n plus 1 means total number of observations. Into n plus 1. Then rj square means നമുക്കിപ്പോ 4 സെയിൽസ്മാൻമാരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും സിയും ഡി. അപ്പൊ ഓരോരുത്തർക്കും നമുക്ക് എന്തുണ്ട്, സെയിൽസ് പെർഫോമൻസ് ഉണ്ട്. അതിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നു. അവരുടെ സെയിൽസ് പെർഫോമൻസിന് മൊത്തം സെയിൽസ് പെർഫോമൻസ് എഴുതിയിട്ടിട്ടാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ആക്ച്വലി യു ടെസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ 4 സെയിൽസ് പെർഫോമൻസും നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അത് ഓരോന്നും ഓരോ സാമ്പിളിനാണ്, ഓരോ സെയിൽസ്മാനാണ്. അപ്പൊ അതിന് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി എ ബി സിയും ഡി കൊടുത്തിട്ട് റാങ്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്ക് ഒരു റാങ്ക് കിട്ടും, ബിക്ക് ഒരു റാങ്ക് കിട്ടും, സിക്ക് ഒരു റാങ്ക് കിട്ടും, ഡിക്ക് ഒരു റാങ്ക് കിട്ടും. അപ്പൊ ആ ഓരോരുത്തരുടെയും റാങ്ക് ആണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം r1 square by n1 plus r2 square by n2 plus r3 square by n3 plus r4 square by n4. അങ്ങനെ 4 സെയിൽസ്മാൻമാരുണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് നൊട്ടേറ്റ് ചെയ്യാനായിട്ടാണ് rj എടുത്തിരിക്കുന്നത്. rj മീൻസ് ദ റാങ്ക് ഫോർ ദ jth സെയിൽസ്മാൻ, the sum of ranks for the jth salesman, then number of observation in the first salesman. അങ്ങനെ i എന്ന് പറയുന്ന 1 2 3 4 എന്നുള്ളൊരു മീനിങ്ങിലാണ് എടുക്കുന്നത്. അപ്പൊ ആ റാങ്കിന്റെ സമ്മിന് ആ സെയിൽസ്മാന്റെ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് -3 into n plus 1. So this is the formula. എഴുതി കഴിഞ്ഞോ? നിങ്ങൾ ഫോർമുല എഴുതിയെങ്കിൽ you will start the problem. എങ്ങനെ അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, എഴുതി കഴിഞ്ഞോ ലക്ഷ്മി? ഈ ഫോർമുല എഴുതിയോ? എഴുതി സാർ.
ഓക്കെ. സോ ആ ക്വസ്റ്റ്യൻ തന്നെ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് 4 സെയിൽസ്മാൻ ഉണ്ട്, ABCD. അപ്പൊ ഫസ്റ്റ്ലി വാട്ട് യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് ഇതിനകത്ത് 5 14 20 ഒബ്സർവേഷൻ ഉണ്ട്. 4 സെയിൽസ്മാൻ വരെ 5 ഒബ്സർവേഷൻ വെച്ച്. അപ്പൊ അതിന് അസെൻഡിങ് ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു അറേഞ്ച് ദ സെയിം ഇൻ അസെൻഡിങ് ഓർഡർ. ഇന്നലെ മാൻവിറ്റ്നി യൂടാസ്കിൽ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾ ഫസ്റ്റിൽ യു ഗീവ് ദ വാല്യൂ ഓഫ് സെയിൽസ് ആദ്യം കൊടുക്കുക, എന്നിട്ട് സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാമ്പിൾ കൊടുക്കുക, മൂന്നാമത്തെ കോളമായിട്ട് റാങ്ക് കൊടുക്കുക. എങ്ങനെയാണോ നമ്മൾ യൂടെസ്റ്റിൽ ചെയ്തത് അതുപോലെ സെയിൽസ് സാമ്പിൾ റാങ്ക്, സെയിൽസ് സാമ്പിൾ റാങ്ക്. കുറച്ചുകൂടി ചെറുതായിട്ട് എഴുതാം, സെയിൽസ് സാമ്പിൾ റാങ്ക്, കാരണം അപ്പുറത്തൂടെ എഴുതേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് ആ തന്നിരിക്കുന്ന ടേബിളിൽ സെയിൽസ്മാന്റെ പെർഫോമൻസ് നിങ്ങളുടെ കയ്യിൽ ഡാറ്റ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ഈ വാല്യൂസ് എല്ലാം ഉണ്ടല്ലോ, ഇന്നലെ ചെയ്ത വാല്യൂസ് എല്ലാം ഉണ്ടല്ലോ. ധന്യ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ലീസ്റ്റ് നോക്കുക. അതിലിപ്പോ ഏറ്റവും ലീസ്റ്റ് നോക്കുമ്പോൾ 182, 142, 139. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് 139. ആദ്യത്തെ വാല്യൂ 139 ആണ്. 139 എന്ന് പറയുന്നത് സിയുടേതാണ്. അപ്പൊ സെയിൽസ്മാൻ സി എന്ന് കിട്ടാതെ 139 സി. രണ്ടാമത്തെ വാല്യൂ ഐ തിങ്ക് ഇറ്റ് ഈസ് 142. അതിന് വേറെ ഉണ്ടോ ഏതെങ്കിലും? ഇല്ല, 142. സോ യു ഡു ഇറ്റ്. നിങ്ങളത് അതിന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. 142 എന്ന് പറയുന്നത് ഡിയുടേതാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു വിൽ ഹാവ് ടു റൈറ്റ് ഓൾ 20 ഒബ്സർവേഷൻസ്. ഈ പറയുന്ന 20 ഒബ്സർവേഷനും അസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് റാങ്കിങ്. സോ 139C, 142D. ദെൻ നെക്സ്റ്റ് ഞാൻ കണ്ടത് 142 കഴിഞ്ഞാൽ 146. 146 is for C. 146C. Then another one is 148. അതിന് മുമ്പ് ഉണ്ടോ? ഇല്ല, 148A. 148A. Likely next one is 152. 152 is for B. ഇതേ രീതിയിൽ you just write it down. ഇതേ രീതിയിൽ 139, 142, 146, 148, 152, 155, 155 സി ആണ്. 157, 157A, 158 ഫോർ ഡി. ലൈക്ക്ലി സെയിൽസ് സാമ്പിൾ റാങ്ക്. 160 സി. 162 എ. 166 സി. 168 ബി. 170 ഡി. 171 എ. 175 ബി. 176 ബി. 176 ബി കാണുന്നുണ്ടോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതിയാൽ 176 ബി. 179 ഡി. 179 ഡി. 182 എ. സാരമില്ല, 182 എ. 197 ഡി. 202 ബി. 202 ബി. റാങ്ക് ചെയ്യാൻ വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് റാങ്ക് ചെയ്യാം. So these are the 20 observations. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. So these are the 20 observations of 4
സെയിൽസ്മാൻ. അത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ റാങ്ക് ചെയ്തിരിക്കും. അസെൻഡിങ് ഓർഡറിൽ റാങ്ക് ചെയ്യാനാണ് എളുപ്പം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് എളുപ്പം. റാങ്ക് ചെയ്യുമ്പോൾ സെയിൽസ് അല്ലേ, അപ്പൊ സെയിൽസ് കുറഞ്ഞ ആളിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കത്തി കുറവുണ്ടാവും. സെയിൽസ് കുറഞ്ഞ ആളിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ there is a logical error. അപ്പൊ അതുകൊണ്ട് തന്നെ റാങ്കിങ് നടത്തുന്നത് തിരിച്ചു ചെയ്യുക. റാങ്കിങ് ഞാൻ പറഞ്ഞ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. റാങ്കിങ് കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കുക. ഹയസ്റ്റ് പെർഫോമറിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കണം. അപ്പൊ റാങ്കിങ് നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മോളിൽ നിന്ന് താഴോട്ട് വരാതെ താഴെ നിന്ന്, അതായത് 202 സ്റ്റാർട്ട് ചെയ്യുക. 202 സ്റ്റാർട്ട് ചെയ്ത് റാങ്ക് ചെയ്യുക. ഇവിടെ എനിക്ക് തോന്നുന്നു റെപ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. ഇവിടെ 1, 202 നേരെ 1, 197 നേരെ 2, then 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇവിടെ റെപ്പറ്റീഷൻ ഇല്ല. There is no repetition. Repetition വരണമെങ്കിൽ you know how to perform it. Repetition വരുമ്പോൾ ടൈ ഇൻ റാങ്ക് വരും. So you will have to find out the average. അപ്പോൾ അതിന്റെ ആവറേജ് എടുത്തിട്ട് you will have to find it. So it's very simple. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ സുഫിന ഇത് ക്ലിയർ അല്ലേ? എത്തിയോ കൂടെ? അപ്പൊ ഓക്കെ. അപ്പൊ റാങ്കിങ്ങിൽ ചെറിയൊരു വ്യത്യാസം, ബിക്കോസ് പെർഫോമൻസ് ആയതുകൊണ്ടാണ് റാങ്കിങ് ഇങ്ങനെ കൊടുത്തത്. അപ്പൊ നമ്മൾ 139 ഫസ്റ്റ് റാങ്ക് കൊടുക്കാന്ന് വെച്ചാൽ അത് ശരിയല്ല. കാരണം ലീസ്റ്റ് പെർഫോമർ ആണ് 139. അപ്പൊ ഹയസ്റ്റ് പെർഫോമറിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക എന്നുള്ള ഒരു മീനിങ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ സാമ്പിൾ വൈസ് റാങ്കിന്റെ ടോട്ടൽ കാണും. അപ്പൊ എയുടെ റാങ്കിന്റെ ടോട്ടൽ അതിന് 6 എന്ന് പറയുന്നു, ബിയുടെ റാങ്കിന്റെ ടോട്ടൽ R2, സിയുടെ റാങ്കിന്റെ ടോട്ടൽ R3, ഡിയുടെ റാങ്കിന്റെ ടോട്ടൽ R4. അങ്ങനെ യു ഫൈൻഡ് R1, R2, R3 and R4 കണ്ടെത്തിയേ. What is R1, what is R2, what is R3 and R4. So calculate these values. R1, R2, R3, R4. R1 എന്ന് പറയുമ്പോൾ എയുടെ 17 പ്ലസ് 14, 31, 31, 11, 42, 42, 42, 7, 49, 49, 3, 52. അപ്പൊ നമ്മൾ അത് താഴെ എഴുതാം. ഞാൻ ഇതൊക്കെ മാറ്റി വേണം, നിങ്ങളുടെ കയ്യിൽ അതുണ്ട്. സോ യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ total R1, R2, R3 and R4. R1 for A, R2 for B, R3 for C and R4 for D. So find out that rank total. Rank take a total എന്നിട്ട് എടുത്ത് എഴുതുക. So you will get the value of R1. R1 is equal to 52. ഇങ്ങനെ കിട്ടും. R1 ന്റെ വാല്യൂ 52 എന്ന് കിട്ടും. R2 ന്റെ വാല്യൂ, R2 is equal to എത്ര വന്നു പറഞ്ഞു? 28. R2 28 അല്ല 37 ആണോ? 37 sir. 37. R2 37, R3 പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ. R3 എത്രയാ? Sir 75 ആണ്. 75 ആണെന്ന് തോന്നുന്നുണ്ട്. 75 തന്നെ, കാരണം കൂട്ടിയാൽ മാത്രം മതി. R3 75 and R4 46 അല്ലേ? R4 46. So you have the ranks. ഇത് റാങ്ക്സ് എല്ലാം N1, N2, N3 എന്ന് പറയുന്ന എല്ലാം 5 ആണ്. അപ്പൊ അത് വേണമെങ്കിൽ എഴുതാം. N1 is equal to N2 is equal to N3 is equal to N4 is equal to 5. എല്ലാത്തിന്റെയും 5 ഒബ്സർവേഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓരോ സെയിൽസ്മാന്റെയും 5 ഒബ്സർവേഷൻ. Then ഈ സ്റ്റാറ്റിസ്റ്റിക് എടുത്ത് എഴുതുക. ഈ സ്റ്റാറ്റിസ്റ്റിക് യു റൈറ്റ് ഇറ്റ് ഡൗൺ. സ്റ്റാറ്റിസ്റ്റിക് എടുത്ത് എഴുതുക. H. സോ Hന്റെ ഫോർമുല നിങ്ങൾ എഴുതിയിട്ടുണ്ട്. H ഫോർമുല ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക. ഈ മോഡിൽ കാണുന്ന ഫോർമുല ഒന്നുകൂടെ ആവർത്തിച്ച് എഴുതുക. 12 divided by n into n plus 1 sigma rj square by n1 ni rj square by ni minus 3 into n plus 1. So I am writing the values. 12 divided by n means total. ഈ n എന്ന് പറയുന്നത് total observation. Total observation 20. N plus 1 means 20 plus 1 21. So 20 into 21. 12 divided by 20 into 21. Then ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്ത് എഴുതാം. rj square by n എന്ന് പറയുന്നത് r1 square, അതായത് 52 by 5 സമ്മല്ലേ എടുക്കേണ്ടത്. 52 by 5 plus 37 by 5
plus 75/5 plus 46/5. So ബ്രാക്കറ്റിനുള്ളിൽ 52 സ്ക്വയർ ആണ്, ഇതിന്റെ എല്ലാ സ്ക്വയറും കേട്ടോ. RJ സ്ക്വയർ ആണ്. 35 സ്ക്വയർ ബൈ 5 plus 37 സ്ക്വയർ ബൈ 5 plus 75 സ്ക്വയർ ബൈ 5 plus 46 സ്ക്വയർ ബൈ 5 minus 3 into 21. 20 plus 1 20 minus 3 into 21. So using calculator you find out its value. ഇതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ വേണം, ബിക്കോസ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നത് കൊണ്ട് തന്നെ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളതൊക്കെ ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, then മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, then അവസാനം സബ്ട്രാക്ഷൻ ചെയ്യുക, then you will get an answer. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ആൻസർ കിട്ടും. സോ വളരെ ഈസി ആയിട്ട് ചെയ്യും, അത് ഓരോന്നായിട്ട് ചെയ്യും, ഓരോ ടേം ആയിട്ട് എടുത്ത് ചെയ്യും. ആദ്യം ഈ ടേം ചെയ്യുക, രണ്ടാമത് ഈ ടേം ചെയ്യുക, മൂന്നാമത് ഈ ടേം ചെയ്യുക. ഞാൻ അതിന്റെ വാല്യൂ ഒന്ന് വായിക്കാം, ബിക്കോസ് നമുക്ക് സമയം കളയണ്ട. സോ ഫസ്റ്റ് ടേമിന്റെ വാല്യൂ കിട്ടുന്നത്, അതായത് ഇതിന്റെ വാല്യൂ 12 divided by 20 into 21 വാല്യൂ 0.02857 0.02857 എന്ന് വരും. ഇതിന്റെ വാല്യൂ ആണ് 12 divided by 20 into 21. രണ്ടാമത് ബ്രാക്കറ്റിൽ കിടന്നിരിക്കുന്ന ആ സമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2362.8 2362.8 മൈനസ് 63. ഇത് അതറിയാം, 63 തന്നെയാണ്. 21 into 3 minus 63. So when you compute it, you will get the value 4.51. 4.51. So 4.51 is the calculated value. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4.51 ആണ്. Then ശ്രദ്ധിക്കുന്ന നമ്മൾ ക്രുസ്കൽ വാല്യൂ, എവിടെയെങ്കിലും പ്രശ്നം വന്നോ? ഇന്നലെ നമ്മൾ ക്രുസ്കൽ വാല്യൂസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കൈ സ്ക്വയർ ആണ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കൈ സ്ക്വയർ ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. കൈ സ്ക്വയർ ആവുമ്പോൾ k-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കേണ്ടത്, നമ്പർ ഓഫ് എന്താ പറയുന്നത് ഗ്രൂപ്പ്സ് -1, സാമ്പിൾസ് -1. ഇവിടെ 4 സെയിൽസ്മാൻ ആണ് ഉള്ളത്. k is equal to 4. So k-1 is equal to 4 - 1. So 3 is the degrees of freedom. അപ്പൊ കൈ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയി നോക്കിയിട്ട് ടേബിൾ എടുത്തിട്ട് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കേണ്ടത്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ 5% സിഗ്നിഫിക്കൻസ് ലെവലിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലുള്ള വാല്യൂ എഴുതുക. കൈ സ്ക്വയറിന്റെ ടേബിൾ വാല്യൂ, കൈ സ്ക്വയർ വിത്ത് 5% ലെവൽ വിത്ത് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 11.345. 11.345. Okay. So what is your inference? Reshma, എന്താണ് നിങ്ങളുടെ ഇൻഫറൻസ്? കാൽക്കുലേറ്റഡ് വാല്യൂ 4.51, ടേബിൾ വാല്യൂ 11.345. What is your inference? Since the calculated value is numerically less than the table value, accept null hypothesis. Accept null hypothesis എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇൻഫറൻസ് എന്താണ്? ഇതിലെ ഡിഫറൻസ് എല്ലാവരും സെയിം ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓൾ സെയിൽസ് പെർഫോമൻസ് അല്ലെ ഓഫ് ദ 4 സെയിൽസ്മെൻ ആർ ഈക്വൽ. എല്ലാ 4 സെയിൽസ്മാന്റെയും ABCD 4 സെയിൽസ്മാന്റെയും സെയിൽസ് പെർഫോമൻസ് അത് തന്നെയല്ലേ നമുക്ക് ഇന്നലെ റിസൾട്ട് കിട്ടിയത്. നമ്മൾ ഇന്നലെ ക്രുസ്കൽ വാല്യൂസ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഏറെക്കുറെ ഇത് തന്നെയാണ് അല്ലേ? 4.51 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 4.51 അടുത്താണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ വേ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് മാനുവലി. ഇങ്ങനെയാണ് നമ്മളത് മാനുവൽ ആയിട്ട് ചെയ്യുന്നത്. അത്രയും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പ്രസന്റ് സ്ക്രീൻ, your entire screen, share സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇന്നലെ ചെയ്ത കാര്യം. ഓക്കെ, സ്റ്റുഡൻസ് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ വാല്യൂസ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് ഹിയർ. നമ്മൾ ഇന്നലെ ചെയ്തത് വിസിബിൾ അല്ലേ?
വിൻഡോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. കാണുന്നുണ്ട്. ഓക്കെ, സോ ഗോ ടു അനലൈസ്. നമുക്ക് രണ്ടുമൂന്ന് രീതിയിൽ ചെയ്തു. നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ എടുത്തിട്ടും ചെയ്തു, ലെഗസി ഡയലോഗ്സ് എടുത്തിട്ടും ചെയ്തു. നമുക്ക് ഇൻഡിപെൻഡന്റ് സാമ്പിൾ എടുത്തിട്ട് ചെയ്തു നോക്കാം. ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് അതെടുത്തിട്ട് ഗോ ഫോർ ഫീൽഡ്സ്. ഫീൽഡ് എടുത്തിട്ട് സെയിൽസ് ടെസ്റ്റ് ഫീൽഡിൽ കൊടുത്തു, നെയിം ഓഫ് സെയിൽസ്മാൻ ഗ്രൂപ്പിൽ കൊടുത്തു. then you go and run it. നമ്മളത് റൺ ചെയ്തപ്പോൾ you will get this result. നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടി. ഇൻഡിപെൻഡന്റ് സാമ്പിൾ ക്രുസ്കൽ വാലിസ് ടെസ്റ്റ് സിഗ്നിഫിക്കന്റ് ലെവൽ മാത്രമേ കിട്ടൂ. then you click it here. നമ്മൾ ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ you got this summary. ഈ സമ്മറി പ്രകാരമാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കിടക്കുന്നുണ്ടോ? ഇപ്പുറത്തെ സൈഡിലെ ഇതല്ല, അതാ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഈ കാണിക്കുന്ന 4.509 നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 4.51. സോ ബോത്ത് ആർ സെയിം. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 4.509 ഈ ടെസ്റ്റ് ഇത് പ്രകാരം നമ്മൾ മാനുവലായിട്ട് കണ്ടെത്തിയത് 4. വലിയ വ്യത്യാസം ഇല്ലെന്ന് തന്നെ പറയാം. there is no difference. രണ്ടിലും വ്യത്യാസമില്ല. ടോട്ടൽ ഒബ്സർവേഷൻ എടുത്തിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 വെച്ചിട്ട് പൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ കാണുന്നത്. ക്ലിയർ അല്ലേ? So it is very clear. Okay, so that is all regarding what is called the Kruskal-Wallis test. Kruskal-Wallis test one way ANOVA alternative ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒന്നിന് പകരം ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ. ബൈനോമിയൽ ടെസ്റ്റ് വൺ സാമ്പിൾ ടി ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. മാഗ്നിറ്റ്നി യു ടെസ്റ്റ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. then Wilcoxon test paired t ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ this Kruskal-Wallis test is an alternative for one way ANOVA. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇനിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പാരാമെട്രിക് ആൾട്ടർനേറ്റീവ് ഇല്ല. അതൊക്കെ ശരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതൊന്നും പറയാതെ നമ്മൾ ഇത്രയും നോൺ പാരാമെട്രിക് ആൾട്ടർനേറ്റീവ്സ് പറയുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് തോന്നുന്നു. Okay, ഞാൻ ഈ ഷെയറിംഗ് നിർത്തിയിട്ട് so we are going to next non parametric test. It's not an alternative. ഇതൊരു ആൾട്ടർനേറ്റീവ് ഒന്നുമല്ല, അതൊരു ടെസ്റ്റ് തന്നെയാണ്. പാരാമെട്രിക്കിൽ നോൺ പാരാമെട്രിക്കിൽ മാത്രം യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഈ പറയുന്ന റൺ ടെസ്റ്റും നോർമാലിറ്റി ടെസ്റ്റും. ഞാൻ ഈ വീഡിയോ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്യും. ഓക്കെ, okay, so please listen. Now we are going to some other non-parametric test. So in this case, in this tests you need to learn one is run test. Runs test എന്ന് പറയും, RUNS runs test. And second is KS test. KS means Kolmogorov-Smirnov test. Kolmogorov-Smirnov test. അതിന്റെ സ്പെല്ലിംഗ് ഞാൻ ഇവിടെ എഴുതാം. Kolmogorov-Smirnov test is a test used for checking normality. നോർമാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് Kolmogorov-Smirnov ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റൺ ടെസ്റ്റ് എന്ന് പറയുന്നത് റൺ ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് യൂസ്ഡ് ടു പ്രൂവ് ദ റാൻഡംനെസ് ഓഫ് ദ സാമ്പിൾ. നമുക്കറിയാം ഒരു പാരാമെട്രിക് ടെസ്റ്റ്, ഇഫ് യു വാണ്ട് ടു അപ്ലൈ പാരാമെട്രിക് ടെസ്റ്റ് യുവർ സാമ്പിൾ ഷുഡ് ബി റാൻഡം. യു നോ ദാറ്റ് ഈസ് എ ബേസിക് കണ്ടീഷൻ അല്ലേ? ഒരു പാരാമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു മെട്രിക് ടെസ്റ്റ് നടത്തണമെങ്കിൽ നിങ്ങളുടെ സാമ്പിൾ റാൻഡം ആവണം. അപ്പൊ നമ്മുടെ സാമ്പിൾ റാൻഡം ആണോ എന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ഹൗ ടു പ്രൂവ് ദ റാൻഡംനെസ് ഓഫ് ദ സാമ്പിൾ? In order to prove the randomness of the sample, you can use run test. റാൻഡംനെസ് പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് റൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ റൺസ് കണ്ടെത്തുക, എത്രമാത്രം റൺസ് ഉണ്ടെന്ന് കണ്ടെത്തുക. റൺസ് മീൻസ് നമുക്ക് ജെൻഡർ വൈസ് ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. നമ്മളൊരു പോപ്പുലേഷൻ സെൻസസ് എടുത്തിട്ട് യു നീഡ് ടു കളക്ട് ജെൻഡർ വൈസ് സാമ്പിൾ. അപ്പൊ നമുക്കൊരു റാൻഡം സാമ്പിൾ കിട്ടണം. അപ്പൊ നമ്മുടെ ആ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പൊ രണ്ട് മെയിൽ വരിക അടുപ്പിച്ചപ്പോ എം എം എഫ് എഫ് എം എഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് അടുപ്പിച്ച് വരുന്നതിന് ഒരു റൺ എന്ന് പറയും. അപ്പൊ ഒരേ സാമ്പിൾ ആണെങ്കിൽ അതിന് ഒരൊറ്റ റണ്ണായിട്ടേ എടുക്കത്തുള്ളൂ.
ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫോർ എക്സാമ്പിൾ, വി ആർ ടേക്കിംഗ് എ പോപ്പുലേഷൻ സെൻസസ് ബേസ്ഡ് ഓൺ ജെൻഡർ ബേസിസിൽ ഒരു പോപ്പുലേഷൻ സെൻസസ്. അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാരെ എടുക്കണം. അപ്പൊ അതിന് ഈ മെയിലും ഫീമെയിലും എടുക്കുന്നത് റാൻഡം ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള റൺസ് കാൽക്കുലേറ്റ് ചെയ്യുക. റൺസ് മീൻസ് എ റൺ ഈസ് ദ കോൺസിക്യൂട്ടീവ് ഒക്കറൻസ് ഓഫ് ദീസ് ടു കാറ്റഗറീസ് ഓഫ് ദീസ്. ഏതൊക്കെ കാറ്റഗറി ഉണ്ടോ അതിന്റെ ഒക്കറൻസിനെയാണ് റൺ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ പറയുന്നു എം എഫ് എം എം എഫ് 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 എം എം എഫ് ഇങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ എം ഒരു റണ്ണാണ്, അടുത്ത എഫ് ഒരു റണ്ണാണ്, അടുത്ത എം ഒരു റണ്ണാണ്, അടുത്ത രണ്ട് എഫ് കൂടെ ഒറ്റ റണ്ണാണ്. അപ്പൊ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനെ ഒരു റണ്ണായിട്ടേ കൂട്ടുള്ളൂ. പക്ഷെ ആൾട്ടർനേറ്റീവ് വരികയാണെങ്കിൽ അത് ഓരോന്നും സിംഗിൾ റൺസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ റൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ബോർഡിലോട്ട് വന്നിട്ട് സോ ഹൗ ടു പെർഫോം ദ റൺ ടെസ്റ്റ് മാനുവലി എന്നുള്ളത് ആദ്യം ശരി ഇതൊക്കെ മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എഴുതും. ഞാൻ കുറച്ച് ഡാറ്റ എടുക്കുന്നു പോപ്പുലേഷൻ ജെൻഡർ വൈസ്. സോ ഫസ്റ്റ് കണ്ട ആള് മെയിലാണ്, സെക്കൻഡ് കണ്ട ആള് ഫീമെയിലാണ്, പിന്നെ രണ്ട് കണ്ട ആള് മെയിലാണ്, പിന്നെ കണ്ട 3 പേര് ഫീമെയിലാണ്, പിന്നെ കണ്ട ആള് മെയിലാണ്, പിന്നെ കണ്ട 2 പേര് ഫീമെയിലാണ്. ഇത്രയും ഡാറ്റയാണ് ഞാൻ എടുത്തതെങ്കിൽ ഇതിലെ റൺ എന്ന് പറയുന്നത് ഈ എം ഒരു റണ്ണാണ്, ഇത് ഫസ്റ്റ് റൺ. എഫ് ഒരു റണ്ണാണ്. അടുത്ത ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഒരു റൺ ആവുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഒരു റൺ. ഈ 3 കൂടെ ചേരുന്നതാണ് ഒരു റൺ എന്ന് പറയുന്നത്. ഈ എം മാത്രം ഒരു റണ്ണാണ്, ഈ എഫ് മാത്രം ഒരു റണ്ണാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് 1 2 3 4 5 6 റൺസ്. ഇതിനകത്ത് 6 റൺസാ ഉള്ളത്, 6 റണ്ണാണുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ദിസ് ഈസ് റൺ. ഇതിനെയാണ് നമ്മൾ റൺ എന്ന് പറയുന്നത്. ഈ റണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ആ റൺ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹൗ ടു പെർഫോം റൺ ടെസ്റ്റ്. റൺ ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, എഴുതിക്കോളൂ. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് Z is equal to Z ആണ് യൂസ് ചെയ്യുന്നത്. Z is equal to capital T minus mu divided by standard error. ഒരു കോമൺ ഫോർമുല തന്നെയാണ്. ക്യാപിറ്റൽ T മൈനസ് mu divided by standard error. There T is equal to, അവിടെ നമ്മൾ T കാൽക്കുലേറ്റ് ചെയ്യുന്നത് R മൈനസ് ബൈ സിഗ്മ. T is equal to R minus mu by sigma. സോറി ഇതാണ് കേട്ടോ. ഒരു സെക്കൻഡ്, രണ്ടാണ്. സോ ഇങ്ങനെ എഴുതും. Z is equal to T അല്ല R ആണ്, റൺ ആണ് എഴുതേണ്ടത്. T is വേറെ R minus mu by sigma. This is the formula. സ്റ്റാൻഡേർഡ് എറർ അല്ല. അപ്പൊ അത് വെട്ടും. നേരത്തെ എഴുതിയ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള ഫോർമുല വെട്ടിയിട്ട് this is the formula. Z is equal to R minus mu by sigma. R minus mu by sigma. R minus mu by sigma. Sigma means standard deviation. R means ഈ runs ആണ്. R is the number of runs. Mu കണ്ടെത്താനായിട്ട് mu is equal to, mu കണ്ടെത്തുന്നത് there is a formula 2n1 n2 divided by n1 plus n2 minus 2. Plus 1. Mu is equal to 2n1 n2 divided by n1 plus n2 plus 1. So this is the value of mu. കുറച്ച് വലിയൊരു ഫോർമുലയും കൂടെ ഉണ്ട്. That is for sigma. കാണാൻ പറ്റുന്നുണ്ട്. Sigma is equal to square root of 2n1 n2 2n1 n2
into 2n1 n2 2n1 n2 minus n1 minus n2, all are based on number only. So 2n1 n2 into 2n1 n2 minus n1 minus n2 divided by n1 plus n2 the whole square, n1 plus n2 the whole square into n1 plus n2 minus 1. Okay, so these are the three formulae that are used for testing randomness of the sample in run test. Run test ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ടി അല്ല, ഞാൻ നേരത്തെ ടി ചെയ്ത വേറൊരു ഫോർമുലയാണ്. So this is r minus mu by sigma, where r is the number of runs. Runs calculate ചെയ്യുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. This is the way you are calculating runs. So runs r minus mu by sigma, where mu is equal to 2n1 n2 divided by n1 plus n2 plus 1. Sigma is equal to square root of 2n1 n2 into 2n1 n2 minus n1 minus n2 the whole divided by n1 plus n2 the whole square into n1 plus n2 minus 1. So this is a big formula, just like Kruskal Wallis test. This is കുറച്ച് big ആണ്, sigma മാത്രം, ബാക്കി simple ആണ്. Okay, so let us perform a question. നമുക്കൊരു question തന്നെ അങ്ങ് ചെയ്യാം, വളരെ simple ആണ്. How to do randomness of the sample. എഴുതിക്കോളൂ. Following is the arrangement of men and women. Following is the arrangement of men and women. Test for randomness. Sentence ആയിട്ട് test for randomness. Randomness നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. Test for randomness. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതാം, അതേ രീതിയിൽ തന്നെ എഴുതുക. എം ഫസ്റ്റിലെടുത്ത ആള് മെയിലാണ്, സെക്കൻഡ് വുമൺ എം ഡബ്ല്യു ദെൻ അടുത്തൊരു 3 എം 3 എം പിന്നെ ഒരു ഡബ്ല്യു എത്തിപ്പോ 3 എം കഴിഞ്ഞിട്ട് ഡബ്ല്യു ദെൻ W then വീണ്ടും W, അത് കഴിഞ്ഞിട്ട് ഒരു 3 M, ആ W കഴിഞ്ഞിട്ട് 3 M പിന്നെ 2 W 2 women പിന്നെ 1 2 3 4 M 1 2 3 4 M പിന്നെ 2 W പിന്നെ ഒരു M 1 W 3 M 1 W 3 M 1 W അടുത്ത 3 M 3 M 3 W 3 M 3 W 1 M 1 W 1 M 1 W അടുത്ത 3 M 1 W 3 M 1 W അടുത്ത 1 M 1 W M W അടുത്തത് 1 2 3 4 5 6 M 6 സോറി 1 2 3 4 4 M 4 M 1 2 3 4 തെറ്റിക്കരുത് 4 M then 2 W M. ഓക്കെ, ഒന്നായിട്ടുണ്ട്. സി കണ്ടല്ലോ. മാനുവലി tedious job. ഇങ്ങനെ എടുക്കുമ്പോൾ 300 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നുള്ളതാണ്.
ഇപ്പൊ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇഫ് there is 300 സാമ്പിൾ, ഇതിങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാലും ആദ്യം എടുത്ത ആള് മെയിൽ, അടുത്ത ആള് ഫീമെയിൽ, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇത് റാൻഡം ആയിട്ടാണോ എടുത്തിരിക്കുന്നത് അറിയാൻ വേണ്ടി, മെയിൽ ഫീമെയിൽ എടുത്തിരിക്കുന്നത് റാൻഡം ആയിട്ടാണോ, മീൻസ് നമുക്കൊരു ചോയ്സും ഇല്ല, ഈക്വലി സെലക്ടഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. സോ ദിസ് ഈസ് ദ ഇതിലെ നിങ്ങൾ ഇതിൽ എത്ര റൺ ഉണ്ടെന്ന് കണ്ടെത്തി. ഫൈൻഡ് ഫസ്റ്റ് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് റൺസ്. പെട്ടെന്ന് ചെയ്യും. നമ്പർ ഓഫ് റൺസ് കണ്ടെത്താനായിട്ട് ഇപ്പൊ ആദ്യത്തെ ഒരു എം, ഇത് ഒരു റണ്ണായി, അടുത്ത ഡബ്ല്യു അടുത്ത റണ്ണായി, അടുത്ത എം ഒരു റണ്ണായി, അടുത്ത ഡബ്ല്യു ഒരു റണ്ണായി, അടുത്ത 3 എം കൂടെ ഒരു റണ്ണാണ്. നെക്സ്റ്റില് മെയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്തെല്ലാം കൂടെ ഒറ്റ റണ്ണായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത 3 എം ഒരു റണ്ണാണ്, അടുത്ത ഡബ്ല്യു ഒരു റണ്ണാണ്, അടുത്ത എം ഒരു റണ്ണാണ്, അടുത്ത ഡബ്ല്യു ഒരു റണ്ണാണ്, അടുത്ത 3 എം ഒരു റണ്ണാണ്, അടുത്ത 2 ഡബ്ല്യു ഒരു റണ്ണാണ്, അടുത്ത 3 പറയും സാർ 27 ആണോ? 27 ആണോ? നമ്പർ യെസ് കറക്റ്റ് 27 കാൽക്കുലേറ്റ് ചെയ്തു. 27 ആണ്. ഓക്കെ, അപ്പൊ ഫൈൻഡ് ഔട്ട് ദ റൺ. സോ യു ആർ ഗെറ്റിംഗ് ആർ. എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ ലക്ഷ്മിക്ക് തന്നെയാണ്. ആർ ഈസ് ഈക്വൽ ടു 27. നമ്പർ ഓഫ് റൺസ് ഈസ് ഈക്വൽ ടു 27. നമ്പർ ഓഫ് റൺസ് 27. ദെൻ ഇനി നിങ്ങൾ ആ ഫോർമുല എടുക്കുക. ഫോർമുല എടുത്തിട്ട് n1 n2 കണ്ടെത്തുക. n1 എത്ര ഉണ്ട്, n2 എത്ര ഉണ്ട്. n1 മീൻസ് നമ്പർ ഓഫ് മെയിൽസ്, n2 മീൻസ് നമ്പർ ഓഫ് ഫീമെയിൽസ്. അപ്പൊ അതും കൂടെ കണ്ടെത്തുക. റൺ 27 n1, അതായത് മെയിൽസ് എത്രയുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു n1 ഈസ് ഈക്വൽ ടു 30 ആണ് കേട്ടോ. അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എമ്മിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ 30 കിട്ടും. n2 എന്ന് പറയുന്നത് ലേഡീസ് ആണ്, അത് യു വിൽ ഗെറ്റ് 18. 30 18. സോ ദാറ്റ് ഈസ് n1 ആൻഡ് n2. ഇത്രയും മതി. ആറും n1 n2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നേരത്തെ കണ്ട ഫോർമുലയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ. ഓക്കെ, സോ കമ്പ്യൂട്ട് മ്യൂ ആൻഡ് സിഗ്മ. നിങ്ങൾ മ്യൂവും സിഗ്മയും കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ ഇത് മോളിലോട്ട് എഴുതാം. സോ കമ്പ്യൂട്ട് മ്യൂ ആൻഡ് സിഗ്മ. ഫോർമുല ഒന്ന് കാണാതെ പഠിക്കണം, അത്രേ ഉള്ളൂ. മ്യൂ ആൻഡ് സിഗ്മ ഇതൊക്കെ പരീക്ഷ ചോദിക്കണമെന്നില്ല, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കണം ഇതൊക്കെ. മ്യൂ ഈസ് ഈക്വൽ ടു 2n1 n2 ഡിവൈഡഡ് ബൈ n1 plus n2 plus 1. So 2 into 30 into 18 divided by 30 plus 18 plus 1. So you will get the value. This will be the value 23.5 എന്ന് പറഞ്ഞില്ലേ. So you will get a value which is equal to 23.5. ഇതിൽ ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ ആൻസർ എഴുതിയത്. So 2n1 n2 divided by n1 plus n2 plus 1, that is equal to 23.5. അതുപോലെ സിഗ്മ ആ വലിയൊരു ഫോർമുല എഴുതുക. That is 2n1 n2 into 2n1 n2 minus n1 minus n2 divided by n1 plus n2 the whole square into n1 plus n2 minus 1. So write the values there. So n1 n2 നമുക്കറിയാം 30 18 ആണ്. അത് അറിയാമെങ്കിൽ അതിലെല്ലാം n1 n2 മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വാല്യൂ പറഞ്ഞ് കാൽക്കുലേറ്റ് സിഗ്മ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് കാൽക്കുലേറ്റർ. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കിട്ടിയോ?
മാർക്ക് കിട്ടിയില്ലേ ലക്ഷ്മി? ഞാൻ ഇല്ലേ ഇതില്. ലക്ഷ്മി മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത്. രേഷ്മ ഹായ്. 3.208. ശരി തന്നെ. 3.21 ആണ് വന്നിരിക്കുന്നത് കേട്ടോ. 3.21 അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1080 into 1032 ഡിവൈഡഡ് ബൈ 48 സ്ക്വയർ ബൈ 48 സ്ക്വയർ into 47 അങ്ങനെയാണ് വന്നത്. എങ്കിൽ 3.21 എന്ന് വരും അല്ലേ? 3.21 സിഗ്മ അത് തന്നെ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. സിഗ്മ 3.21. Then ഇനി ആ ടെസ്റ്റിന്റെ വാല്യൂ z is equal to r. നമ്പർ ഓഫ് റൺസ് 27 ആണ്. r minus mu 23.5 divided by 3.21. 27 minus 23.5 divided by 3.21. So you will get a value that is equal to 1.09. Value that is equal to 1.09. 1.09. Then Z ആണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടേബിൾ വാല്യൂ 1.96. Z ആണ് ടെസ്റ്റ് വാല്യൂ. സോ 5% ലെവലിൽ ടു ടൈമിൽ ടെസ്റ്റിന്റെ ഇസഡിന്റെ ഇൻഫിനിറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ വാല്യൂ 1.96 കാണാതെ നമുക്ക് തന്നെ അറിയാം. സോ വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? നൾ ഹൈപ്പോത്തിസിസ് ഇതാണ്. there is randomness എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ്. there is randomness ഉണ്ട്. H0 there is randomness ഉണ്ടെന്നുള്ളത് നൾ ഹൈപ്പോത്തിസിസ്. So since the calculated value is numerically less than the table value except null hypothesis, that means this arrangement is random. ഈ തന്നിരിക്കുന്ന അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? റാൻഡം ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So this is the way you are performing what is called random run test. ഇങ്ങനെയാണ് നമ്മൾ മാനുവൽ ആയിട്ട് റൺ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 9:51. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഫോർമുല ഒന്ന് കാണാതെ പഠിച്ചാലേ പറ്റൂ. യു ഡു മാനുവൽ, പ്രത്യേകിച്ച് H ടെസ്റ്റിന്റെ ഒക്കെ ഫോർമുല ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ മാൻഡിന്റെ U ടെസ്റ്റിന്റെ ഇതിൽ റൺ ടെസ്റ്റിൽ സിഗ്മ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് N1 N2 മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് റൺ ടെസ്റ്റ്. ഈ റൺ ടെസ്റ്റ് യു ക്യാൻ പെർഫോം ഇറ്റ് ഇൻ SPSS ഓൾസോ. SPSS നമുക്ക് റൺ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് ടെസ്റ്റ് നോർമാലിറ്റി ടെസ്റ്റ്. ഇപ്പൊ നോർമാലിറ്റി ടെസ്റ്റ് മാനുവലി ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. മാനുവൽ ആയിട്ട് നോർമാലിറ്റി ടെസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് KS ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് യു നീഡ് ടു യൂസ് ഫങ്ഷൻസ്. നമ്മൾ ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അത് നമ്മൾ മാനുവലായിട്ട് പോകുന്നില്ല. പകരം യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ SPSS ഓൺലി. നമ്മൾ SPSS ചെയ്യുന്നത്. അപ്പൊ അത് കൊൾമോഗറോവ് സ്മിർനോവ് ടെസ്റ്റ്. അതിന്റെ സ്പെല്ലിംഗ് KOLMOGROV കൊൾമോഗറോവ് സ്മിർനോവ് ആണ്. SMIRNOV സ്മിർനോവ് ടെസ്റ്റ് അല്ലെങ്കിൽ KS ടെസ്റ്റ്. അപ്പൊ പാരാമെട്രിക് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസും വേണമെന്നുള്ളതാണ്. അപ്പൊ പാരാമെട്രിക് ടെസ്റ്റിന്റെ പ്രൂഫിന് വേണ്ടിയാണ് ഈ രണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. റൺ ടെസ്റ്റ് ചെയ്യുന്നത്, KS ടെസ്റ്റും ചെയ്യുന്നത്. So now let me check how to perform this run test using SPSS. നമുക്ക് എങ്ങനെയാണ് റൺ ടെസ്റ്റ് ചെയ്യുന്നതെന്നും KS ടെസ്റ്റ് ചെയ്യുന്നതെന്നും നോക്കിയിട്ട് നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ഐ എം ടേക്കിംഗ് SPSS in your screen. Share. Okay. So this is your data. ഞാൻ ഇവിടെ ഒരു ചെറിയ നമ്മൾ നേരത്തെ ചെയ്തതിന് ഇതിൽ റാൻഡംനെസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും. ഈ നമ്മൾ എടുത്തിരിക്കുന്നതിൽ റാൻഡംനെസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് വെച്ചിട്ട് ഇപ്പൊ സെയിൽസ്മാൻ തന്നിട്ടുണ്ട്. ഇപ്പൊ സെയിൽസ്മാന്റെ വാല്യൂവിന് റാൻഡംനെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ പാത്ത് എഴുതി വെച്ചോളൂ. അനലൈസ് എടുക്കുക, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എടുക്കുക, അനലൈസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ദെൻ ലെഗസി ഡയലോഗ്സ്.
അനലൈസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ലെഗസി ഡയലോഗ്സ്. അതിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം കൈ സ്ക്വയർ ഉണ്ട്, ബൈനോമിയൽ ഉണ്ട്, റൺസ് ഉണ്ട്. കൈ സ്ക്വയർ ഉണ്ട്, ബൈനോമിയൽ ഉണ്ട്, റൺസ് ഉണ്ട്. സോ യു ജസ്റ്റ് ക്ലിക്ക് റൺസ്. റൺസ് ഒന്ന് ചെക്ക് ചെയ്യുക. റൺസ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ സെയിൽസ് എടുത്തിരിക്കുന്നത് റാൻഡം ആണോ എന്ന് നമുക്കൊന്ന് അറിയണം. ഇപ്പൊ സെയിൽസ് ഒരു വാല്യൂ ആണ്. വാല്യൂ ആയതുകൊണ്ട് തന്നെ വി ആർ ടേക്കിംഗ് മീഡിയൻ ആണ് കട്ട് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ സെയിൽസിന്റെ കട്ട് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് മീഡിയൻ ആണ്. എന്നിട്ട് യു ഗോ ടു ഓപ്ഷൻസ്. അതിനകത്ത് ഒരു ഡിസ്ക്രിപ്റ്റീവ്സ് എടുക്കുക, കണ്ടിന്യൂ ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ. അപ്പോൾ സെയിൽസ് ഇൻ തൗസൻഡ്സ് നമുക്ക് കിട്ടും. ടെസ്റ്റ് വാല്യൂ അതായത് ഇസഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 164 ആണ്. മീഡിയന് മുകളിൽ 10 ഉണ്ട്, മീഡിയന് താഴെ 10 ഉണ്ട്, 8 റണ്ണുണ്ട്. there are 8 റൺസ്. then ഇസഡ് എന്ന് പറയുന്നത് -1.149, സിഗ്നിഫിക്കൻസ് ലെവൽ 0.251. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0.05 അല്ലേ? 0.5ന് മുകളിലാണ്. 0.5ന് മുകളിലാണെങ്കിൽ യു നീഡ് ടു അക്സെപ്റ്റ് ദ ഹൈപ്പോത്തിസിസ്. You need to accept the null hypothesis. നിങ്ങൾ എന്ത് അക്സെപ്റ്റ് ചെയ്യുക? null hypothesis accept ചെയ്യുക. So this is the way you are performing this run test as a non parametric test. അപ്പോൾ അത് ഏത് വേരിയബിൾ വേണമെങ്കിലും ചെയ്യാം. ഒരു വേരിയബിൾ മാത്രം എടുത്തിട്ടാണ് റൺ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ വേരിയബിൾ മാത്രം എടുത്തിട്ടാണ് you are performing what is called as a run test. അങ്ങനെയാണ് നമ്മൾ റൺ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ വേ യു ആർ പെർഫോമിംഗ് റൺ ടെസ്റ്റ്. ഈ രീതിയിലാണ് റൺ ടെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ പോകുന്നു അനലൈസ് എടുത്തിട്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ലെഗസി ഡയലോഗ്സ് എടുത്ത് റൺസ് എടുത്തിട്ട് എനിക്ക് വേണ്ടത് സെയിൽസ്മാൻ. ഇപ്പൊ എമ്മും എഫും പറഞ്ഞതുപോലെ ഇവിടെ സെയിൽസ്മാൻ ഉണ്ട്. സെയിൽസ്മാന്റെ റണ്ണാണ് വേണ്ടത്. സോ ഐ എം ടേക്കിംഗ് നെയിം ഓഫ് സെയിൽസ്മാൻ. നമുക്ക് മീഡിയം ഒന്നും വേണ്ട, അവിടെ കട്ട് ഓഫ് പോയിന്റ് വേണ്ട, ബിക്കോസ് ഇറ്റ്സ് എ വാല്യൂ. അപ്പൊ സോറി വി ആർ ഗിവിംഗ് മോഡ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ മോഡ് കൊടുക്കുക. മോഡാണ് നമ്മുടെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ദെൻ ഓപ്ഷൻസ് എടുക്കുക. അവിടെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ്സ് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ വന്നില്ലേ? യെസ്, ദിസ് ഈസ് ദ വാല്യൂ. ഇത് തന്നെയാണ് നെയിം ഓഫ് സെയിൽസ്മാൻ വെച്ചിട്ട്. സോ ദിസ് ഈസ് ദ വാല്യൂ -3.746. അതിന്റെ സിഗ്നിഫിക്കന്റ് വാല്യൂ 0.000. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു എന്ത് വരുന്നില്ല, റാൻഡംനെസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് യു ആർ റിജക്ടിങ് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ വേ യു ആർ പെർഫോമിംഗ് വാട്ട് ഈസ് കോൾഡ് റൺ ടെസ്റ്റ് ഇൻ SPSS. ഇങ്ങനെയാണ് നമ്മൾ റൺ ടെസ്റ്റ് SPSS-ൽ ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ടു കൺക്ലൂഡ്, നമുക്ക് ആ നോർമാലിറ്റി ടെസ്റ്റ് കൂടെ ഇതിനകത്ത് ജസ്റ്റ് അതിന്റെ പാത്ത് ഒന്ന് അത് മാത്രം. നിങ്ങൾ എന്താണ് KS ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ദിസ് ഈസ് എ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ നോർമാലിറ്റി ഓഫ് ഡാറ്റ. നമ്മുടെ ഡാറ്റ നോർമൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് KS ടെസ്റ്റ് അല്ലെങ്കിൽ കൊൽമോഗൊരോവ്-സ്മിർനോവ് ടെസ്റ്റ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നോർമാലിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡാറ്റ നോർമൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യു ഗോ ഫോർ ദിസ് കൊൽമോഗൊരോവ്-സ്മിർനോവ് ടെസ്റ്റ്. ഇതുപോലെ തന്നെ ലെഗസി ഡയലോഗ്സ് എടുക്കുക. കണ്ട സാമ്പിൾ KS, ഓൺ സാമ്പിൾ KS എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതേ പാത്ത് തന്നെ അനലൈസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ലെഗസി ഡയലോഗ്സ് ഓൺ സാമ്പിൾ KS എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അത് ചെക്ക് ചെയ്യുക. സോ ഇപ്പൊ എനിക്ക് വേണ്ടത് സെയിൽസ് നോർമൽ ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ കൊടുക്കുക. ഓപ്ഷൻസ് എടുത്തിട്ട് യു ജസ്റ്റ് ഗീവ് ഡിസ്ക്രിപ്റ്റീവ്സ്, ദെൻ ഗോ ടു കണ്ടിന്യൂ, ദെൻ ക്ലിക്ക് ഓക്കെ. നമുക്ക് കിട്ടും ദിസ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്ന മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് KS-ന്റെ വാല്യൂ 3.341 ആണ്. സോ ദ ഡിസ്ട്രിബ്യൂഷൻ തൊട്ട് താഴെ തന്നെ റിസൾട്ട് എഴുതിക്കുന്നുണ്ട്. ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോർമൽ. ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബിക്കോസ് ദ വാല്യൂ ഈസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ 0.05. നൾ ഹൈപ്പോത്തിസിസ് ആണ് നോർമൽ എന്നുള്ളത്. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ കൊൽമോഗൊരോവ്-സ്മിർനോവ് ടെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ KS ടെസ്റ്റ്. മാനുവലി ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. കുറച്ച് മാത്തമാറ്റിക്കൽ സെൻസ് ഇല്ലാത്തവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഡിഫറൻസിയേഷന്റെ കാൽക്കുലസിന്റെ ഒക്കെ യൂസ് വേണ്ടി വരും, ഫംഗ്ഷൻസിന്റെ ഒക്കെ യൂസ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്കിപ്പിംഗ് ഇറ്റ്. അത് ജസ്റ്റ് അത് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. വിച്ച് ഈസ് ദ ടെസ്റ്റ് ഫോർ നോർമാലിറ്റി എന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് KS ടെസ്റ്റ്, കൊൽമോഗൊരോവ്-സ്മിർനോവ് ടെസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇത്രയാണ് നമ്മൾ പഠിക്കുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പൊ SPSS-ൽ എല്ലാം കഴിഞ്ഞിരിക്കുന്നു.
എല്ലാ ടെസ്റ്റ് നമ്മൾ ചെയ്തു. സോ നൗ യു നോ വാട്ട് ഈസ് എ പാരാമെട്രിക് ടെസ്റ്റ്, വാട്ട് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്, what are the parametric tests that are used that can be solved manually and mechanically using SPSS, and also what are the non parametric alternatives, and what is run test and run test and KS test വേറിട്ട് നിൽക്കുന്നു. കാരണം ഈ റൺ ടെസ്റ്റും KS ടെസ്റ്റും ഉണ്ടെങ്കിലാണ് പാരാമെട്രിക് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ടും നമ്മുടെ ഡാറ്റയ്ക്ക് പാരാമെട്രിക് ടെസ്റ്റ് സൂട്ടബിൾ ആണോ എന്നുള്ള ടെസ്റ്റുകളാണ്. റാൻഡംനെസ് ഉണ്ടോ, നോർമാലിറ്റി ഉണ്ടോ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കോമൺ ടെസ്റ്റ്. ഇത് രണ്ടും കോമൺ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഞാനിത് സ്റ്റോപ്പ് ഷെയറിംഗ്. ഓക്കെ, ദെൻ ഞാൻ ബാക്കിലോട്ട് വന്നിട്ട് യെസ് ഞാൻ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്തിട്ട് സോ സ്റ്റോപ്പ് റെക്കോർഡിംഗ്.